ചാനൽ ചർച്ചയിലിരുന്ന് വർഗീയത വിളിച്ചു പറഞ്ഞ പി.സി. ജോർജ് പക്ഷേ പിന്നാലെ വരാനുണ്ടായിരുന്ന അപകടം തിരിച്ചറിഞ്ഞില്ല. ന്യൂനപക്ഷങ്ങളെ പള്ളു പറഞ്ഞ് ഭൂരിപക്ഷത്തിന് മുന്നിൽ ആളാകാനുള്ള അവസരമാണ് പി.സി. ജോർജ് ചാനൽ ചർച്ചയിൽ കണ്ടത്. എന്തായാലും കേസിൽ അകത്തായതോടെ കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വം പി.സിയെ തഴഞ്ഞ മട്ടാണ്. പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള ഓട്ടത്തിൽ നടക്കുന്ന കേരളത്തിലെ ബി.ജെ.പിക്ക് ഇന്നലെ കടന്നു വന്ന പി.സിയെ വലിയ മതിപ്പൊന്നുമില്ല. എന്നിട്ടും കേന്ദ്ര നേതൃത്വം കെട്ടിയേൽപ്പിച്ച മാറാപ്പ് എന്ന നിലയിൽ മാത്രമാണ് നേതൃത്വം പി.സിയെ ചുമക്കുന്നത്. വിവാദ പരാമർശത്തിന് പിന്നാലെ അകത്തായ പി.സി. ജോർജിന്റെ രാഷ്ട്രീയ ഭാവിക്ക് കൂടിയാണ് എന്നേക്കുമായി അവസാനമാകുന്നത്. ഒരു പക്ഷേ ബി.ജെ.പിക്കൊപ്പം നിൽക്കാതെ സ്വതന്ത്രനായി നിന്നിരുന്നുവെങ്കിൽ ഇന്നും പൂഞ്ഞാറ് നിന്ന് വിജയിക്കാൻ ഒരു പക്ഷേ ജോർജിന് സാധിക്കുമായിരുന്നു. എന്നാൽ കേന്ദ്രത്തിൽ ഒരു പദവി എന്ന ലക്ഷ്യത്തിൽ ബി.ജെ.പിക്കൊപ്പം കൂടിയ തീരുമാനം എല്ലാ അർത്ഥത്തിലും പി.സി. ജോർജിന് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. വായിൽ വരുന്നത് എന്തും വിളിച്ചു പറഞ്ഞു നടന്നിരുന്ന ജോർജ് ഇതാദ്യമായിട്ടാവാം നിയമവ്യവസ്ഥയുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നത്. മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ മതസ്പർദ്ധയ്ക്ക് വഴിവെക്കുന്ന തരത്തിൽ ചാനൽ ചർച്ചയിൽ സംസാരിച്ചതിന്റെ പേരിലുള്ള കേസിൽ പൂഞ്ഞാർ മുൻ എം.എൽ.എയും ഉമ്മൻചാണ്ടി സർക്കാരിൽ ചീഫ് വിപ്പും ഇപ്പോൾ ബി.ജെ.പി. നേതാവുമായ പി.സി. ജോർജ് റിമാൻഡിലായിരിക്കുകയാണ്. ആരാണ് കേരള രാഷ്ട്രീയത്തിന് പി.സി. ജോർജ് എന്ന് കാണാം. കേരള രാഷ്ട്രീയത്തിൽ ഏറെ വഴിത്തിരിവുകൾ സൃഷ്ടിച്ച 80കളിലാണ് പി.സി. ജോർജ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ തുടക്കം. 1980 ജനുവരിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചൻ ജോർജ് എന്ന പി.സി. ജോർജ് ആന ചിഹ്നത്തിൽ കേരള നിയമസഭയിലേക്ക് കന്നിയംഗം കുറിക്കുന്നത്. അന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് കേരള കോൺഗ്രസ് ജോസഫ് സ്ഥാനാർത്ഥിയായി ജോർജ് കന്നിയംഗത്തിൽ ജയിച്ചു. പൂഞ്ഞാറിൽ നിന്ന് അട്ടിമറി വിജയം നേടുമ്പോൾ ഭൂരിപക്ഷം വെറും 1148 വോട്ട് മാത്രമായിരുന്നു. കെ.എം. മാണിയുടെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തു നിന്ന് മത്സരിച്ച വി.ജെ. ജോസഫ് എന്ന മികച്ച എതിരാളിയെ മലർത്തിയടിച്ചായിരുന്നു ആ വിജയം. തുടർന്നുണ്ടായ ഇടതുമുന്നണി സർക്കാരിൽ മന്ത്രിയായിരുന്ന കെ.എം. മാണിക്കെതിരെ നിയമസഭയിൽ ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ ജോർജ് ആഞ്ഞടിച്ചു. 79 പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ മാണിക്കെതിരെ അന്നു മുതൽ കൊണ്ടുനടന്ന രോക്ഷം 2009 മാണിയുമായി കൂട്ടുചേരുന്നതുവരെ ജോർജ് തുടരുകയും ചെയ്തു. 1951 ഓഗസ്റ്റ് 28 കോട്ടയത്തെ അരുവിത്തുറയിൽ പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചന്റെയും മറിയാമ്മയുടെയും മകനായിട്ടാണ് ജോർജ് ജനിച്ചത്. അരുവിത്തുറയിലെ പുരാതന കാത്തോലിക്ക കുടുംബത്തിലെ പ്രമാണിയായിരുന്ന അബ്കാരി കോൺട്രാക്ടറായിരുന്നു പിതാവ്. ആദർശ രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിലല്ല, മറിച്ച് മലയോരത്തിന്റെ കൈക്കരുത്തിന്റെയും ആരെയും കൂസാത്ത നെഞ്ചൂക്കിന്റെയും ബലത്തിലാണ് ജോർജ് കേരള രാഷ്ട്രീയത്തിൽ തഴച്ചു വളർന്നത്. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊണ്ടപ്പോൾ അപ്പനു പിന്നാലെ പാരമ്പര്യം പിന്തുടർന്ന് ജോർജും അണികളായി മാറി. കെ.എം. ജോർജിന്റെയും ആർ. ബാലകൃഷ്ണപിള്ളയുടെയും ആരാധകനായിട്ടാണ് ജോർജ് പാർട്ടിയിൽ കടന്നുകൂടിയത്. ബിരുദ പഠനത്തിനായി മലയോരം വിട്ട് 68 തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ എത്തിച്ചേർന്നപ്പോഴായിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള പിച്ചവെക്കൽ. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ജോർജ് ഇക്കാലത്ത് വളർന്നുകൊണ്ടേയിരുന്നു. കെ.എസ്.സി. ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി തന്റെ വരവ് ജോർജ് അറിയിച്ചു. ഇക്കാലയളവിൽ പാർട്ടി പിളർന്നു. സ്ഥാപക നേതാക്കളായ കെ.എം. ജോർജും പിള്ളയും ഒരു വശത്തും കെ.എം. മാണിയും മറ്റുള്ളവരും മറുഭാഗത്തും ചേക്കേറിയപ്പോൾ ചെറുപ്പത്തിന്റെ ആവേശത്തിൽ മാണിക്കൊപ്പമായിരുന്നു ജോർജ് ഉറച്ചു നിന്നത്. 77 തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന വി.ജെ. ജോസഫിനെതിരെ പ്രവർത്തിച്ചു എന്ന പരാതിയുടെ പേരിൽ മാണി പാർട്ടിയിൽ നിന്ന് 26-ാം വയസ്സിൽ പുറത്താക്കുന്നതോടെ പി.സി. ജോർജിന്റെ രാഷ്ട്രീയത്തിന്റെ 2ാം ഘട്ടം അവിടെ തുടങ്ങി. പിന്നീടുള്ള തന്റെ രാഷ്ട്രീയം കെ.എം. മാണിക്കെതിരെ പോരാടാനുള്ളതായി ജോർജ് മാറ്റിയും വെച്ചു. അതിനൊപ്പം മാണിയോട് പകരം ചോദിക്കുമെന്നും ഇനി എം.എൽ.എ. ആകാതെ തിരുവനന്തപുരത്തേക്ക് ഇല്ലെന്ന് പ്രതിജ്ഞയും ചെയ്യുകയും ചെയ്തു. മാണിയുമായുള്ള തന്റെ ശത്രുത 2009 വരെ പി.സി. തുടർന്നു എന്ന് ഓർക്കണം. 1981 ആന്റണിയുടെയും മാണിയുടെയും കാലുമാറ്റത്തിൽ ഇടതു മന്ത്രിസഭ തകർന്നു വീണതിനു ശേഷം 82 നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസുകൾ മാണിയുടെയും ജോസഫിന്റെ ബാനറിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ മത്സരിച്ചു. പൂഞ്ഞാറിൽ ജോർജ് വീണ്ടും രംഗത്തിറങ്ങി. മാണി ആഞ്ഞു പരിശ്രമെങ്കിലും ജോർജ് തന്നെ വെന്നിക്കൊടി പാറിച്ചു. 7000 വോട്ടിന്റെ ഭൂരിപക്ഷവും പെട്ടിയിലാക്കി തലസ്ഥാനത്തേക്ക് വണ്ടിയും കയറി. കേരള കോൺഗ്രസ് ഐക്യം തുടർന്ന് യാഥാർത്ഥ്യമായെങ്കിലും പി.ജെ. ജോസഫിന്റെ പാളയത്തിൽ തന്നെയായിരുന്നു ജോർജ് നിലനിന്നിരുന്നത്. ഒടുവിൽ ഏറെ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കൊടുവിൽ സെക്കുലർ കേരള കോൺഗ്രസിന് രൂപം നൽകിയ പി.സി. ജോർജ് 2016 ജയിച്ചെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ചു. കത്തോലിക്കരും നായരും ഈഴവരും മുസ്ലിങ്ങളും മലയോര വിഭാഗവും ഒരുമിച്ച് വാഴുന്ന ഇടമാണ് പൂഞ്ഞാർ. ഇവരുടെ എല്ലാം ഇടയിൽ ഒരുപോലെ സ്വാധീനം നേടാനായി എന്നതായിരുന്നു ജോർജിന്റെ നേട്ടം. എന്നാൽ ബി.ജെ.പി. ബന്ധം എല്ലാം തകിടം മറിച്ചപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിന്നുകൂടിയാണ് പി.സി. എന്നേക്കുമായി പടിയിറങ്ങുന്നത്.